നമസ്തേ. ശ്രീ വിശ്വനാഥൻ ഗുരുകുലം മായങ്കാവ് ദേവസ്ഥാന കളരി അദ്ദേഹം രചിച്ച ശ്രീമദ് വിഷ്ണുമായ പുണ്യപുരാണം എന്ന ഗ്രന്ഥത്തിലെ അധ്യായം 2 കുക്ഷിശാസ്താവിൻ്റെ പിറവിയുടെ തുടർഭാഗം കേൾക്കുക. 16-ാം ദിനം. നിരന്തരം കൂളിക്കുന്ത വനത്തിലെ ജനങ്ങളെയും പരിസര പ്രദേശങ്ങളിലുള്ള മലകളിലെ ഋഷീശ്വരന്മാരെയും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന മഹർഷി എന്ന ഉഗ്രരാക്ഷസി എല്ലാവർക്കും വളരെയധികം ശല്യമായി തീർന്നു. കാട്ടിലെ മൃഗങ്ങൾക്കും കാട്ടിൽ വസിക്കുന്ന കാട്ടുജാതിക്കാർക്കും ശല്യവും പേടിസ്വപ്നവും ആകുന്ന ആ കാട്ടുപോത്തിൻ്റെ ഉപദ്രവം അസഹ്യമായി. ഒരു നാൾ തൻ്റെ മാതാവായ കൂളിവാകിക്ക് നേരെയും കാട്ടുപോത്തിൻ്റെ ഉപദ്രവം ഉണ്ടായി. തൻ്റെ മാതാവിനെ ഉപദ്രവിച്ച കാട്ടുപോത്തിനെ തളയ്ക്കാൻ ശ്രീ കുക്ഷിശാസ്താവും തൻ്റെ ഉറ്റത്തോഴനും ജ്യേഷ്ഠനുമായ കരിങ്കുട്ടിയും തീരുമാനിച്ചു. തൻ്റെ മാതാവിനെ ആക്രമിച്ച മഹിഷത്തെക്കുറിച്ചറിയുവാൻ സ്വാമി തൻ്റെ ജ്ഞാനദൃഷ്ടിയാൽ കണ്ടു. അപ്പോൾ കുക്ഷിശാസ്താവിൻ്റെ മനസ്സിൽ തെളിഞ്ഞത് തൻ്റെ അരുമ സേവകനായ സുന്ദര മഹിഷം, വട്ടക്കൊമ്പൻ, ചോരക്കണ്ണൻ, ചെമ്പൻ, കണ്ടൻ, മുണ്ടൻ, ചെറുമാരൻ പോത്തിൻ്റെ പൂർവകാലമായ ദത്തനെയും ലീലയെയും കുറിച്ചായിരുന്നു. നിമിഷ നേരം കൊണ്ട് ചെറുമാരിൻ്റെ പൂർവകാലത്തെപ്പറ്റി സ്വാമിക്ക് മനസ്സിലായി. ധ്യാനത്തിൽ നിന്നും ഉണർന്ന കുക്ഷിശാസ്താവ് ചെറുമാരൻ തൻ്റെ അരികിലേക്ക് വിളിച്ചു. ചെറുമാര്യ, നീ ഉടൻ തന്നെ ദേവലോകത്തേക്ക് പോകണം. ദേവലോകവും ഋഷിവര്യന്മാരെയും മനുഷ്യരെയും നിരന്തരം ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ആ ദുഷ്ടമഹിഷിയെ നീ പോയാൽ മാത്രമേ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയൂ. ചെറുമാര്യൻ പറഞ്ഞു, അരുളി ചെയ്താലും പ്രഭു, അടിയൻ അതുപോലെ ചെയ്തു കൊള്ളാം. സ്വാമി ചോദിച്ചു, നിന്റെ പൂർവജന്മം നിനക്കറിയുമോ ചെറുമാര്യ? ഇല്ല പ്രഭു. അതെന്തെന്നാൽ അരുളി ചെയ്താലും അതറിയാൻ അടിയന് വളരെ ആഗ്രഹമുണ്ട്. നന്ദി, നമസ്കാരം. തുടർന്ന് കേൾക്കുക.